ഫീൽ ഗുഡ് മസ്റ്റ് വാച്ച് സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ മുന്നിൽ വരാറുള്ള മെയ്യഴകൻ എന്ന തമിഴ് ചിത്രം. വെൽക്കം ടു ഓൺ സ്ക്രീൻ നൗ. മെയ്യഴകൻ എ ഫീൽ ഗുഡ് മസ്റ്റ് വാച്ച്. ഫീൽ ഗുഡ് സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മെ ചിരിപ്പിക്കാൻ മാത്രമല്ല, നമ്മളെ ഉള്ളിൽ നിന്ന് സ്വാധീനിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും കഴിയേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ സിനിമയാണ് മെയ്യഴകൻ. കാർത്തിയും അരവിന്ദസ്വാമിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ മെയ്യഴകനിലെ സ്ത്രീ കഥാപാത്രങ്ങളും ഹൃദയം തൊട്ടു. ഒരു പെർഫെക്റ്റ് ഫീൽ ഗുഡ് അനുഭവം നൽകാൻ വേണ്ട എല്ലാം മെയ്യഴകനിലുണ്ട്, ഒപ്പം ജീവിതബോധവും. പല ഫീൽ ഗുഡ് സിനിമകളിലും നമ്മുടെ ഹൃദയത്തിൽ ഹരമായി പിടിച്ചു നിൽക്കുമ്പോഴും മെയ്യഴകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജീവിതം കാണാൻ കാരുണ്യപൂർണ്ണമായ ഒരു നോട്ടം മതിയെന്ന്. അതിനാലാണ് റിപ്പീറ്റ് വാല്യൂവും ഇമോഷണൽ ഡെപ്തും ചേർന്ന് ഫീൽ ഗുഡ് മസ്റ്റ് വാച്ച് പട്ടികയിൽ മെയ്യഴകൻ മുന്നിൽ വരുന്നത്. ഫീൽ ഗുഡ് അല്ല, ഫീൽ ഡീപ്പ്, അതാണ് സിനിമ നൽകുന്നത്. അഭിനയം, പശ്ചാത്തല സംഗീതം, ക്യാമറ, എഡിറ്റിംഗ് എല്ലാം ഒരേ ലെവലിൽ വർക്ക് ചെയ്താൽ ഉണ്ടാകുന്ന ഇമോഷണൽ ഹാർമണിയാണിത്. ഓരോ പ്രാവശ്യം കാണുമ്പോഴും പുതിയൊരു അർത്ഥം കണ്ടെത്താം. എന്തുകൊണ്ട് മുൻപന്തിയിൽ വരുന്നു എന്ന് ചോദിച്ചാൽ, വിവിധതരം മനുഷ്യബന്ധങ്ങളുടെയും ജീവിതം കാണുന്ന പുതിയ കാഴ്ചപ്പാടുകളെയും അതീവ മനോഹരമായി അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. ബന്ധം രക്തത്തിൽ മാത്രമല്ല, കരുണയിലും സ്നേഹത്തിലും ഉണ്ടാകാമെന്ന സന്ദേശം. മെയ്യഴകൻ വലിയ സംഭാഷണങ്ങളില്ലാതെ തന്നെ ആഴമുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ടച്ച്, ഒരു ചിരി, ഒരു കാഴ്ച എല്ലാം സംസാരിക്കുന്നു. പാരമ്പര്യത്തോടുള്ള ആദരം, സിനിമയുടെ ലൊക്കേഷനും പശ്ചാത്തലവും എല്ലാം ഗ്രാമീണ ജീവിതത്തിന്റെ കാഴ്ചകളും സൂക്ഷ്മതയും വെളിപ്പെടുത്തുന്നുണ്ട്. ചില സിനിമകൾ വലിയ സംഭവങ്ങൾ പറയാറില്ല, പകരം അതിനേക്കാൾ വലിയൊരു കാര്യമാണ് പറയുന്നത്, മനുഷ്യരെക്കുറിച്ചുള്ള സത്യങ്ങൾ. അത്തരമൊരു അനുഭവമാണ് മെയ്യഴകൻ. ഇതൊരു വലിയ തീമോ പാഠമോ ഉള്ള സിനിമയല്ല, പകരം ചെറിയൊരു കാഴ്ചപ്പാടാണ്. പക്ഷെ അതിനുള്ളിൽ വലിയൊരു ജീവിതം തന്നെ അടങ്ങിയിരിക്കുന്നു. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ലിസ്റ്റിലിടും. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. മെയ്യഴകൻ ഒരു സിനിമയല്ല, ഒരു മനസ്സാണ്.